തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സാമൂഹിക മാധ്യമങ്ങളുടെ ഉപയോഗം ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾക്ക്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിരീക്ഷണം ശക്തമാക്കിയ സാഹചര്യത്തിൽ കുറഞ്ഞ ചിലവ് കൂടുതൽ ആളുകളിലേക്ക് എത്താനാകുമെന്നത് സാമൂഹ്യ മാധ്യമങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ട് സ്ഥാനാർത്ഥികൾ. സംസാരിക്കുന്നതിനിടെ എപ്പോഴും ഹാസ്യ പരാമർശങ്ങൾ നടത്തിയിരുന്ന ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥിയും നടനുമായ ഇന്നസെന്റ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ ട്രോളി തുടങ്ങി എന്നതാണ് പുതിയ വാർത്ത. ലോക്സഭയിലെ പഴയൊരു ചിത്രം കുത്തിപ്പൊക്കി രാഹുലിനെയും കോൺഗ്രസിനെയും ട്രോളിയിരിക്കുകയാണ് ഇന്നസെന്റ്. പാർലമെന്റിൽ P. കരുണാകരൻ MP പ്രസംഗിക്കുമ്പോൾ ഇരുന്നുറങ്ങുന്ന രാഹുൽ ഗാന്ധിയും പിന്നിൽ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഇന്നസെന്റും ഉൾപ്പെട്ട ചിത്രമാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഉണർന്നിരിക്കുന്ന ചാലക്കുടിക്ക് വേണ്ടി എന്ന അടിക്കുറിപ്പും നൽകിയിട്ടുണ്ട് ഇന്നസെന്റ്. 11,000-ത്തിലധികം ലൈക്കുകളും 1,500-ഓളം ഷെയറുകളും ഇന്നസെന്റിന്റെ ഈ പോസ്റ്റിന് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു. ചാലക്കുടിയിൽ ഇത് രണ്ടാം തവണയാണ് ഇന്നസെന്റ് മത്സരത്തിനിറങ്ങുന്നത്. 2014-ൽ ഇടത് സ്വതന്ത്രനായി നിന്ന് കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലത്തിൽ PC ചാക്കോയെ പരാജയപ്പെടുത്തിയാണ് ഇന്നസെന്റ് പാർലമെന്റിലെത്തിയത്. ഇത്തവണ CPM സ്ഥാനാർത്ഥിയായിട്ടാണ് ഇന്നസെന്റ് രംഗത്തുള്ളത്. UDF കൺവീനർ ബെന്നി ബെഹന്നാനാണ് UDF സ്ഥാനാർത്ഥി. ട്രോളാനറിയുന്നത് VT ബൽറാമിന് മാത്രമല്ല, ഞങ്ങൾക്കും അറിയാം. ഇത് തന്നെയാണ് ഇന്നസെന്റ് ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുന്നത്. എന്ത് കിട്ടിയാലും സർക്കാരിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും VT ബൽറാം കേരളത്തിൽ നിന്ന് ആഞ്ഞടിക്കും. ഇപ്പോൾ ആ നിലപാട് എടുത്തിരിക്കുന്നത് ഇന്നസെന്റ് ആണ്. രാഹുൽ ഗാന്ധി ഉറങ്ങുന്ന ചിത്രവും താൻ ഉണർന്നിരിക്കുന്ന ചിത്രങ്ങളും തിരഞ്ഞെടുപ്പിൽ പ്രചരണായുധമാക്കാനാണ് ഇന്നസെന്റും തീരുമാനിച്ചിരിക്കുന്നത്. എങ്ങനെയും ചാലക്കുടി വീണ്ടും ഉറപ്പിക്കുക, അത് തന്നെയാണ് ഇന്നസെന്റിന്റെ നീക്കങ്ങളിലും. എന്തായാലും തിരഞ്ഞെടുപ്പ് അംഗം ചൂട് പിടിക്കുമ്പോൾ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾ നടത്തുന്ന പ്രചരണ ആയുധങ്ങൾ എത്രത്തോളം ജനങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ കഴിയും, അതറിയണമെങ്കിൽ മെയ് 23 വരെ കാത്തിരിക്കണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.